പിറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൻ സാർ. സാറിനെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഹോളി ഗ്രേസിലെ സയൻസ് ടീച്ചറായിട്ടുള്ള ജിഷ ടീച്ചറെയും നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അനിമേറ്റഡ് ട്രെൻഡാണ്. അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ കൊറിയൻ കൾച്ചറിനെ കുറിച്ച്. അത് നമ്മുടെ സംസ്കാരത്തെ വളരെയധികം ബാധിക്കുന്നില്ലേ? ഇന്ന് അതിനെക്കുറിച്ചൊരു ചർച്ചയായാലോ? തീർച്ചയായിട്ടും ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സംസ്കാരങ്ങളും നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇഴുകിച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ചില നല്ല ഭാഗങ്ങൾ മറ്റ് സംസ്കാരങ്ങളിലേക്കും കടന്നു ചെന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർ ജനറേഷണൽ കൾച്ചറൽ അഫക്റ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതായത് സംസ്കാരങ്ങളിൽ കൂടുതൽ അഡാപ്റ്റേഷനും അസിമിലേഷനും ആവശ്യമാണ്. ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടണം. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാലപ്പഴക്കം വന്നതിനെ മാറ്റിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും സംസ്കാരങ്ങളിലേക്ക് അഡാപ്റ്റേഷൻ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ അഡാപ്റ്റേഷൻ വരുമ്പോൾ അതിനൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എൻട്രി പോസ് ഉണ്ട്. അതായത് ഒരു കൾച്ചർ വേറൊരു കൾച്ചറിലേക്ക് ലയിക്കാനായിട്ട് വേണ്ടുന്ന ഒരു സമയം, ഒരു ഇൻക്യുബേഷൻ ടൈമുണ്ട്. ആ ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇതിനെ സ്വീകരിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കത്തിൻ്റെ ടൈമാണ്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ വരുമ്പോൾ ഒരു റാപ്പിഡായിട്ടുള്ള വളരെ ക്യുക്കായിട്ടുള്ള ദ്രുതഗതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അത് എല്ലാവരെയും ഷേക്ക് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു കേക്ക് കൾച്ചർ, ഒരു കൊറിയൻ കൾച്ചർ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ, വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു കേരള കൾച്ചറിലേക്ക് കടന്നു വന്നപ്പോൾ അത് കൊടുത്തൊരു ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ നന്മകളുമുണ്ട്, അതിലേറെ തിന്മകളുടെ വശങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ കുട്ടികൾക്കും അഡോളസൻസ് കൗമാരപ്രായക്കാർക്കും യുവജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഫാമിലിയിലെ പാരൻസിനും കഴിയാതെ വരുന്നു. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് തന്നെ മാനസികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു കേക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ ഞാൻ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നത് പറയാൻ പറ്റുന്നത് കുട്ടികളുമായിട്ട് ഏറെ ഇടപഴകുന്ന പ്രിൻസിപ്പൽ സാറിനും ടീച്ചറിനും ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അത് ഒരു കൊറിയൻ ഡ്രാമ കണ്ടില്ലെങ്കിൽ എന്തോ കുറവാണ്, മോശമാണ്, നിങ്ങളിതൊന്നും കാണാറില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. കുറേ കാര്യങ്ങൾ അത് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്, അത് കാണണം, കണ്ടിരിക്കണം എന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്നാണ് കുട്ടികൾ പറയുക. അപ്പം നമ്മൾ കുട്ടികൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികളുടെ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന അവരുടെ തോട്ടും നമ്മളുടെ തോട്ട്, നമ്മൾ അഡൾട്ട്സ് എന്നുള്ള രീതിയിൽ നമ്മളുടെ തോട്ട് വ്യത്യാസമുണ്ട്, അവരുടെ തോട്ട് വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും കുട്ടികൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അഡൾട്ട്സ് ആയിരിക്കുന്നിടത്തോളം കാലം നമുക്കറിയാം അതിൻ്റെ നന്മ എന്താണ്, അതിൻ്റെ തിന്മ എന്താണ്, അത് എത്ര സമയം വാച്ച് ചെയ്യണം എന്നൊക്കെ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ഞങ്ങൾക്ക് ടൈം പാസ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയോ എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഒരിക്കലും നമ്മൾ അതിനൊരു മൈനസ് പറഞ്ഞാൽ അവരൊരിക്കലും സമ്മതിച്ചു തരില്ല. അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു കേക്ക് കൾച്ചറിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് ഈ കേക്ക് കൾച്ചറിൽ കൂടുതൽ ഈ കേപ്പ് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കേപ്പ് അതായത് അവരുടെ കൊറിയൻ മ്യൂസിക് അത് വളരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവരുടെ ഈ ഫുഡും, കൊറിയൻ ഫുഡും പലതും, കിമിച്ചി എന്നൊക്കെ പറഞ്ഞ കിമിച്ചി, ബിബിബാം, അങ്ങനെ ചില ഫുഡുകളും അതും കുട്ടികളിലേക്കൊക്കെ വന്നിട്ടുണ്ട്.
പ്രത്യേകിച്ച് ജിഷ മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ്സിൻ്റെ വ്യത്യാസമാണ്. അതായത് നമ്മുടെ ജനറേഷൻ്റെയും ഈ ജനറേഷൻ്റെയും പെർസ്പെക്റ്റീവ് രണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് പലപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതും, എന്നാൽ കുട്ടികൾക്കത് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നതും അതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ, അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമുക്കൊരു ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റുകയല്ല ലോകത്തിൽ. ഒരു ഗ്ലോബലൈസേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സാംസ്കാരികമായിട്ട് മറ്റ് കൾച്ചറിലേക്ക് അവരുടെ കുറേ ഭാഗങ്ങൾ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ടും പോകും. അപ്പം ഇതിന് നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് നല്ലത് മാത്രം റിസീവ് ചെയ്യുക, അല്ല എന്തുമാത്രം റിസീവ് ചെയ്യണം, എന്തുമാത്രം റിസീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുട്ടികളിലൊരു ബോധവൽക്കരണമൊക്കെ നടത്തേണ്ടി വരും. തീർച്ചയായും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഓരോ മനുഷ്യരും ഓർക്കേണ്ട ഒരു കാര്യം, ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് എത്രമാത്രം അതിൻ്റെ അകത്തൊരു നന്മയായിട്ടുണ്ടാകും. എനിക്ക് മാത്രമല്ല, അത് അടുത്തൊരാൾക്ക് എത്രമാത്രം നന്മയായിട്ടുണ്ടാകും, എൻ്റെ ഈ ഒരു സൊസൈറ്റിക്ക് എത്രമാത്രം എനിക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ ഞാൻ വിശ്വസിക്കുന്ന ആ സഭയ്ക്ക്, സമുദായത്തിന് എനിക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് നന്മയായിട്ടുള്ളതും അവരർക്ക് നന്മയായിട്ടുള്ളതും ഒരു നന്മയുടെ വശം വരുന്നുണ്ടോ, ആ ഒരു നന്മയുണ്ടെങ്കിൽ മാത്രം അതിനെ സ്വീകരിക്കാനും തിന്മയായിട്ടുള്ളതാണെങ്കിൽ എന്നിൽ നിന്ന് അതിനെ മാറ്റി നിർത്താനുമുള്ള ഒരു ചങ്കൂറ്റമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ. ഇതുപോലെയുള്ള കേസുകൾ വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഇതിപ്പോ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കെ കൾച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്ന ഒരു കേസ്, ഏകദേശം ഒരു 35 വയസ്സോളം പ്രായമുള്ള ഒരു യുവതിയെയും കൊണ്ട് മാതാപിതാക്കൾ വരികയാണ്. അപ്പം മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, സിസ്റ്ററെ ഇവർ ട്വിൻസാണ്, ഇവർക്ക് ആകെ 2 പെൺകുട്ടികളാണുള്ളത്, അവർ ട്വിൻസാണ്. സോ ഒരു 2 മാസത്തിന് മുൻപ് ഈ ട്വിനിലെ ഒരാളുടെ കല്യാണം കഴിഞ്ഞു, 2 പേരും പെൺകുട്ടികളാണ്, ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു 35 വയസ്സ് പ്രായമായപ്പോഴാണ് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നത്. കല്യാണം കഴിഞ്ഞു, 2 മാസമേ ആയിട്ടുള്ളൂ. 2 മാസം കൊണ്ട് വലിയ പ്രശ്നങ്ങളായി. ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഈ കുട്ടിക്ക് ഒരു കല്യാണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒരു രീതിയിലും അതിന് അടുക്കുന്നില്ല. പുള്ളി പറയുന്നത്, എനിക്ക് ഇവിടെ നിന്നൊന്നും വേണ്ട, ഒരു കേരളത്തിൽ നിന്നേ എനിക്കൊരു അലയൻസ് വേണ്ട, എനിക്ക് കൊറിയയ്ക്ക് പോകണം. അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ കെ ഫാനാണ്, നിങ്ങളത് മനസ്സിലാക്കുക, എനിക്കൊരു കെ ആയിട്ട്, അതായത് ഒരു കൊറിയൻ രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവർ ഈ മാതാപിതാക്കൾ വളരെ വിഷമത്തോട് പറയുന്നൊരു കാര്യം, സിസ്റ്ററെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾ 2 പേരും ഹൈ പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ കുറേ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഇവർ ഒത്തിരിയേറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പല വലിയ ഡയസുകളിലും അവർ ഒരു ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുട്ടികളെ വളർത്തേണ്ട പാരൻറ്റിങ് സിസ്റ്റത്തെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഫീച്ചറുകൾ എഴുതിയിട്ടുണ്ട്. ഇവരെ 2 പേരെയും വളരെ മോഡലായിട്ടുള്ള പാരൻസായിട്ട് പലയിടത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കള് ആ ഒരു വിവാഹപ്രായം എത്തിയിട്ട് കല്യാണം കഴിക്കുന്നില്ല. ഇനി കല്യാണം കഴിച്ചത് തന്നെ ഫ്ലോപ്പായി വന്നിരിക്കുന്നു. അടുത്തയാൾ ചിന്തിക്കുന്നത് വേറൊരു കൾച്ചറിനെ കുറിച്ച്. അപ്പോൾ അവർ പറയുന്ന, സിസ്റ്റർ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളുടെ ഇമേജിനെ മുഴുവനും ചോർത്തിക്കളയുന്ന രീതിയിലാണ് ഞങ്ങളുടെ 2 മക്കള് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ ദുസ്സഹമായി കഴിഞ്ഞു. അപ്പോൾ ഈ മകളെ കൊണ്ടുവരുന്നൊരു കാര്യം, ഓക്കെ നിനക്ക് ഞങ്ങളോട് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളോട് നീ സംസാരിക്കുക, അതിനാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായൊരു കാര്യം, പ്രത്യേകിച്ച് ഈ 2 പേരും പാരൻസ് 2 പേരും റെപ്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കൂടുതലും ഇവരെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇങ്ങനെ കുറച്ചുകൂടി ഒരു ന്യൂജൻ ട്രെൻഡിലേക്ക് വരാനായിട്ട്. അപ്പം ആദ്യമേ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനം മാതാപിതാക്കൾ കൊടുത്തിരുന്നു. അപ്പം ബാക്കിയുള്ള കുട്ടികൾ പോകുന്നതിനേക്കാൾ മുൻപേ പോകുന്നത് പോലെയോ എന്തൊക്കെയോ വ്യത്യാസപ്പെട്ട് പോകുന്നത് പോലെയൊക്കെ ഈ മക്കൾ പോകുന്നു എന്നൊരു രീതിയിലാണ് ഇവർ 2 പേരും അഭിമാനിച്ചുകൊണ്ടിരുന്നത്. യെസ്. അപ്പൊ അവരതിൽ അഭിമാനിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരു കൾച്ചറൽ ഡൈവേർഷനിലേക്കാണ് പോയത്. അപ്പൊ ഈ കൾച്ചറൽ ഡൈവേർഷനിലേക്ക് പോകുമ്പോൾ
ആ ഒരു സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാക്കുകളോ പ്രവർത്തനങ്ങളോ സാന്നിധ്യമോ ഇല്ലാതെയായി. അപ്പൊ പിന്നീട് ഇവൺ ആ ഒരു രീതിയിലായി അവരുടെ ആരാധനകളും കാര്യങ്ങളും ഫാഷനും ഡ്രസ്സിങ്ങും അവരുടെ മുഴുവൻ കൾച്ചറും ആ ഒരു രീതിയിലേക്കായി. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു നിസ്സാരമായിട്ടൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്, അപ്പോൾ ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. പാരൻസിനുണ്ടാവുന്ന മനസ്സിന്റെ വേദന, ഇനി ആ പാരൻസിന് ഇവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ കുട്ടികളുടെ വേദന, അവരുടെ ജീവിതം തന്നെ നല്ല കരിയറാണ്, കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ ഈ മാതാപിതാക്കൾ പറയാ, സിസ്റ്ററെ ഇവർക്ക് നല്ല ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഇവരിപ്പം പണം ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദൂർത്തടിക്കുവാണ്. നാളെ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കരുതി വെക്കുന്ന സ്വഭാവം, ഒരു സമ്പാദ്യശീലം കുട്ടികൾക്ക് വരുന്നില്ല. അപ്പം ഇതെല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം, വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. അപ്പം ഒരു ഫാമിലി തന്നെ തകർന്നു പോകുന്ന ഒരു രംഗമായിട്ടാണ് എനിക്ക് ആ കേസിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പം ഇതുപോലെ എത്രയോ മാതാപിതാക്കള് കുഞ്ഞുങ്ങളുടെ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്കൊക്കെ വരുന്ന കുട്ടികളുടെ ഈ കൾച്ചറൽ അഡാപ്റ്റേഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മാനസികമായിട്ട് അവർ തകരുന്നുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും, എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ ഒന്ന് നമ്മൾ കൂലങ്കഷമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റർ, ഇവര് ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഒരുപാട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക? എപ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കും? ഏത് സ്റ്റേജിൽ അത് കണ്ടെത്തി നമ്മൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് ആ ഒരു ഇതിന്റെ കംപ്ലീറ്റ് ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കാൻ പറ്റുക? അത് എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ കൂടുതലും ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ അനിമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, അനിമേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിൽ അവർ പോലും അറിയാതെ ഒരു ട്രെൻഡ് അവരിലേക്ക് വരികയാണ്, ഒരു അറ്റൻഷൻ അവരിലേക്ക് വരികയാണ്. അപ്പം ജീവിക്കുന്ന ആ ഒരു ജീവിതങ്ങളെക്കാൾ ഉപരിയായിട്ട് കാണിച്ചു കൊടുക്കുന്ന, അതായത് ജീവനില്ലാത്തതും എന്നാൽ ചലിക്കുന്നതുമായിട്ടുള്ള ചില അവസ്ഥകൾ ഇവരെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഓട്ടിസം പോലെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് വരുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കൃത്രിമത്വം ഉണ്ട്. ഓക്കെ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരുന്നുണ്ട്. കാരണം അവർക്ക് ആ ഇമോഷനെയും ചിന്തകളെയും ബിഹേവിയറിനെയും ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതുപോലെ നോക്കുമ്പോൾ കുട്ടികൾ അമിതമായിട്ട് ഇതേപോലെയുള്ള അതായത് അനിമേഷൻ കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ ഇവരിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള നമ്മൾ പറയുന്ന ഒരു സ്പോണ്ടേൻ ടോക്ക് അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം അവിടെ തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് അക്വിസിഷന്റെ ഒരു സമയത്ത് നമ്മുടെ മദർ ടങ് ഉപയോഗിച്ച് വരുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന വേരിയേഷൻസ് പോലും, അതിൻ്റെ ഒരു ടോൺ പോലും മാറുന്നുണ്ട്. കാരണം ഇവർ ഇതേപോലെയുള്ള കാര്യങ്ങൾ കേട്ടും കണ്ടും അത് സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞു. ആ സ്വാധീനിക്കപ്പെട്ടതിനെ പ്രഘോഷിക്കുന്ന രീതിയിലാണ് മറ്റു ഇൻഫ്ലുവൻസുകളെല്ലാം വരുന്നത്. അപ്പം അവിടെ നിന്ന് തൊട്ടേ കുട്ടികളുടെ ബിഹേവിയറിലെ ചില ചേഞ്ചസ്, ലാംഗ്വേജ്, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ആ ഒരു പോസ്ചറിങ്, അത് തൊട്ടേ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ കൗമാരപ്രായത്തിലാണ് സാധാരണയായിട്ട് ഈ കൾച്ചറൽ അഡാപ്റ്റേഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം കെ ഫാഷൻ, ഇപ്പൊ കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരെ പോലെയുള്ള രണ്ടുപേർക്കും കൂടി ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു രീതിയിലേക്ക് ഹെയർ സ്റ്റൈൽ മാറുന്നു. ഇപ്പം അതിനെ നമ്മൾ വിമർശിക്കുകയല്ല, പക്ഷെ അവർ ഓർത്ത് നോക്കുക, നമ്മൾ എന്തിനാ ഈ ഡ്രസ്സ് ധരിക്കുന്നത്? അപ്പൊ ഡ്രസ്സ് ധരിക്കുന്നതിന്റെ റെലവൻസ് എന്താണ്, അതുമൂലം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അറിയാതെ ഏതോ കാര്യം മറ്റുള്ളവരെ കാണിക്കാൻ, പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ കോമാളി വേഷങ്ങൾ ധരിക്കുന്നത് പോലെയൊക്കെ ഇപ്പൊ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ട്. അന്ധമായിട്ടുള്ള അനുകരണം, അതായത് ഒരു ഒറിജിനാലിറ്റി ഇല്ലായ്മയാണ് ഈ കുട്ടികളുടെ പലരുടെയും പ്രശ്നം. നമ്മൾ ഈ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ല, നമുക്ക് നമ്മുടെ ഇതിൽ കോൺഫിഡൻസ് ഇല്ല,
മറ്റേതിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള തോട്ട്സ് ആയിരിക്കണം ഒരു പരിധിവരെ കുട്ടികളെ അങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ അനുകരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരിത് ആണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു സ്വന്തം ഇത് ബോധ്യമില്ലായ്മയിൽ നിന്നായിരിക്കും ഇത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. നമ്മുടെ കുഞ്ഞുങ്ങള് പ്രത്യേകിച്ച് വളരുന്ന കൗമാര പ്രായക്കാര് അതുപോലെ യങ് ജനറേഷൻ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഞാൻ കൊടുക്കേണ്ട വില, അത് ഒരു സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ ആ ഒരു സെൽഫിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് കുറച്ചുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ സാറ് പറഞ്ഞത് കറക്റ്റാണ്, ഒരു അനുകരണ ഭ്രമം കുട്ടികളുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ള പ്രവണതകൾ ഫാമിലിയെയും സമൂഹത്തെയും എങ്ങനെയൊക്കെയാ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ കേസിൽ പറഞ്ഞതുപോലെ തന്നെ പല ഫാമിലിയിലും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് അവിടെ വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മക്കൾക്ക് ഇതാണ് ട്രെൻഡ്, അവർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഇതാണ്. ഇവർ ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു, അല്ലെ ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് തരണമെന്ന് ഓർക്കുന്നു, ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് ഓർക്കുന്നു. അത് നിങ്ങൾ ഓർക്കുന്നതേ ഉള്ളൂ, ഞങ്ങളല്ലേ അത് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. അപ്പം ഈ ഒരു രീതിയിലേക്ക് കടന്നു വരുന്ന കുറേ പ്രവണതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ഏകദേശം ഒരു 12 വയസ്സ് ആയിട്ടുള്ള പ്രായക്കാരത്തിയാണ്. അവളവിടെ നിന്ന് പറയുന്നത് മൊത്തം, എനിക്ക് വലുതായി കഴിയുമ്പോഴത്തേക്ക് BTS ബാൻഡിന്റെ കൂടെ പോകണം, അവരെ ഒന്ന് കാണുക, അത്ര മാത്രം മതി. ഇപ്പം ഇവൻ അതൊരു ക്രിസ്ത്യൻ കുടുംബമാണ്, അവരെല്ലാവരും കൂടി ഹോളി ലാൻഡ് സന്ദർശിക്കാനായിട്ട് പോകുന്ന ഒരു സമയത്ത് കുട്ടി പറഞ്ഞൊരു കാര്യം, ആ പൈസ എനിക്ക് തന്നേര്, എനിക്ക് ഇത് കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ അത് ഫാമിലിയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുന്നുണ്ട്. ഇത് ചെറിയ ഒക്കേഷൻസിനെ പോലും അത് ബാധിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ ഒരു ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുന്ന സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്യാണ്. കാരണം കുട്ടികൾ മുതൽ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ. അതിലൊരു കുട്ടി +1 പഠിക്കുന്ന ഒരു കുട്ടി കൊറിയൻ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ആ ഏജിലുള്ള 2-3 പേരും കൂടി വിളിച്ചിട്ട്, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ചും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ കുട്ടി സ്ക്രീൻ ടൈം യൂസ് ചെയ്യാണ്. കാരണം എന്താ, ആ കുട്ടിക്ക് അതിലാണ് എൻജോയ്മെൻറ്റ്. ആ സമയത്ത് ചെറിയൊരു വഴക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പാരൻറ്റ് വന്ന് വഴക്ക് പറയുന്നു, നീ അത് മാറ്റി വയ്ക്കുന്ന, മൊബൈൽ പിടിച്ച് വാങ്ങുന്നു. ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ആ ഒരു ഫാമിലിയുടെ കുറച്ച് സന്തോഷം മാറി, ഒരു ചെറിയൊരു ഒക്കേഷനാണ്, പക്ഷേ സന്തോഷം മാറിപ്പോയൊരവസ്ഥ. ഈ കുട്ടി സമ്മതിച്ചില്ല, ഞാനിത് കണ്ടു തീർത്തിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞാൽ പോരെ, അതായിരുന്നു ആ കുട്ടി. കാരണം ഇത്രയും പേര് ഒരുമിച്ച് കൂടിയ ആ ഒരു സന്തോഷവേളയിൽ അതുപോലും എൻജോയ് ചെയ്യാൻ പറ്റാതെ ഈ കണ്ടുകൊണ്ടിരുന്ന സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്ത് അത് തീർക്കുന്നത് വരെ ക്ഷമയില്ല. ഓക്കെ, എനിക്കിത് കണ്ടേ പറ്റൂ, അത്രയും വാശി പിടിക്കുന്ന ഒരു തലമുറയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് ചെറിയൊരു പ്രശ്നം ആ ഫാമിലിയിൽ ഉണ്ടായി, ഈ ഒരു കാരണം കൊണ്ട് അത് തീർന്നു, പരിഹരിക്കപ്പെട്ടു. പക്ഷെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനായിട്ട് അതിടയായി. തീർച്ചയായിട്ടും ഇത് മൂലം അക്രമാസക്തമാകുന്ന കുട്ടികളുണ്ട്. കാരണം അതിൽ കാണുന്ന പല കാര്യങ്ങളും അനുകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് ആരൊക്കെയാണോ അവർക്കതൊരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്, ആ ബ്ലോക്ക് സൃഷ്ടിക്കുന്നവരെ അവർക്ക് എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അവിടേക്കാണ് കുറേ വയലൻസ് നേച്ചറൊക്കെ വരുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പ്രോ ആക്റ്റീവായിട്ടാണ്. അതായത് ഒരു പ്രശ്നം വരുന്നതിന് മുൻപേ തന്നെ അതിനെ കണ്ടുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാനുള്ള ആ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷൻ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചില കൾച്ചറുകൾ കയറി വരുമ്പോഴത്തേക്കും ആ ഒരു വേലിക്കെട്ട് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒത്തിരിയേറെ കുടുംബങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാം ഇതിന് പ്രത്യേകമായിട്ടൊരു പങ്കുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്.
ഇപ്പം നടക്കുന്ന ഒരു കാര്യം, നമ്മൾ പാരൻസ് കുട്ടികളുടെ ഒരു ഡിഫക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പാരൻസിനോട് നമ്മൾ ഷെയർ ചെയ്യാണ്. ഇന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ റെസ്പോൺസ് ഇങ്ങനെയാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, മാം ഒന്ന് സംസാരിക്കൂ. അപ്പം നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരൻസും കുട്ടികളും തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും പാരൻസിന് അറിഞ്ഞുകൂടാ. അവരെന്തൊക്കെയാണ് വാച്ച് ചെയ്യുന്നത്, എത്ര സമയം ആ ഒരു മൊബൈൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ക്രീൻ ടൈമിൽ ഒരു കൺട്രോളൊന്നും ഒരിക്കലും പാരൻസ് ചെയ്യുന്നില്ല. ഇനി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികളുടെ ഒരു ത്രെട്ടനിങ് കാരണം പാരൻസ് ഇപ്പോൾ കുട്ടികളെ ഭയപ്പെട്ടിട്ടാണ് പാരൻസ് ജീവിക്കുന്നത്. അത് പക്ഷേ ജനറേഷൻ, അത് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് പേര് അത് മുതലാക്കുന്നുണ്ട്. എൻ്റെ പാരൻസ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു, ഓക്കെ. പിന്നെ ഇപ്പോൾ അന്ധമായിട്ട് പാരൻസ് എല്ലാം കുട്ടികളെ വിശ്വസിക്കുന്ന ഒരു പ്രായം. അതായത് നമ്മൾ ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്ക് വിശ്വാസം ടീച്ചറെ അല്ല, അവർക്ക് വിശ്വാസം കുട്ടീനെ. കുട്ടിയോട് ചോദിക്കുന്നു, കുട്ടി പറയുന്നത് കള്ളമാണോ ശരിയാണോ എന്ന് അവർ ടീച്ചറോട് പോലും ചോദിക്കില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ മാത്രമല്ല, പല സ്കൂൾസിലും നടക്കുന്നുണ്ട്. ജിഷ മാഡം, അതിനകത്തൊരു പ്രശ്നം ഇതാണ്, ഈ ഒരു എൻ്റെ കുട്ടി പറയുന്നത് മാത്രമേ ശരി എന്ന് വിചാരിക്കുന്നിടത്താണ് പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക്. അതായത് രണ്ട് ഭാഗവും കേൾക്കാനുള്ള ഒരു സന്മൻസ് കാണിക്കുന്നില്ല, ഒരു ജഡ്ജ്മെൻ്റലായിട്ട് പോവുകയാണ്. പിന്നെ ഈ കുട്ടികൾ ചെയ്യുന്നത് എന്താണ്, കുട്ടികൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് പിന്നെ ചെയ്യുന്നത് പേരൻസിനോട്. അപ്പോൾ ഈ പേരൻസിനെ ഇവർക്കറിയാം ഇങ്ങനെ ടോസ് ചെയ്യാൻ പറ്റുമെന്നറിയാം. ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുട്ടികൾ ചെറുപ്രായത്തിലെ അത് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പല കേസുകളിലും ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ടീച്ചേഴ്സിനെ കേൾക്കാൻ ഉള്ള ഒരു മനസ്ഥിതി ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല ഇഷ്യൂസിൻ്റെയും ഒരു അടിസ്ഥാനപരമായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു റോളില്ല എന്നുള്ളതാണ്. കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റ് ചെയ്യാനുള്ള ധൈര്യവും ഇല്ല. ഞാൻ പല ഗവൺമെൻറ് സ്കൂളിലുള്ള ടീച്ചേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതാണ്, നമുക്ക് അറിയാം തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നിസ്സഹായാവസ്ഥ. സാറ് പറയുന്നതിനോട് ഞാൻ 100% ഞാൻ യോജിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കുട്ടികളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു സംവിധാനം വന്നിരിക്കുകയാണ്. ഇപ്പം ടീച്ചേഴ്സിന് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ. കാരണം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. ഇപ്പം ഇതിന് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ വിളിച്ച് ഒരു കാര്യം കറക്ഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ അധ്യാപകനെ പ്രകോപിപ്പിച്ചതിന് ശേഷം റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റവുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ആ അധ്യാപകനോട് പറഞ്ഞത് എന്താണെന്നോ എന്നുള്ളതൊന്നുമില്ല. അധ്യാപകനെ പ്രകോപിപ്പിച്ച് അധ്യാപകൻ പറയുന്നത് മാത്രം എടുക്കുന്നു, അല്ലെങ്കിൽ അധ്യാപകർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതിനുശേഷം അവർക്കെതിരെ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുവാണ്. അപ്പം ഈ ആയുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് വരുമ്പോൾ അവിടെ ഈ ഒരു പിയർ പ്രഷർ വരുവാണ്. എടാ നീ അത് ചെയ്തോ, ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അടുത്തിടയ്ക്കൊരു ഡോക്ടർ കപ്പിൾ, പാരൻസ് ആണ്, രണ്ടുപേരും ഡോക്ടേഴ്സ്, അവർ നല്ല രീതിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്റർ എൻ്റെ മോൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവനിപ്പോൾ ഉപയോഗിക്കുന്ന പല ടെർമിനോളജിയും എനിക്ക് മനസ്സിലാവുന്നില്ല. സയൻറ്റിഫിക്കായിട്ട് അവനത് പറയാനായിട്ട് തുടങ്ങുന്നു, കൾച്ചറൽ ബേസ്ഡ് ആയിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു. അപ്പം എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ട് എനിക്ക് അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പറയണ ഇതാണ് കൾച്ചർ നല്ലത്, ഈ ഒരു കൾച്ചറിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്നടത്തെത്തും. അപ്പോൾ ഇപ്പോൾ ഡാഡിക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇനിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കൾച്ചർ ഇവിടെ വരുമ്പോൾ ഹ്യൂമൻ ഇമോഷൻസിനൊന്നും അവിടെ സ്ഥാനമില്ല. പിന്നെ എന്തിനാ ഒരു കുടുംബ വ്യവസ്ഥിതി, എന്തിനാ? അത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചു കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ AI ഉണ്ട്, AI സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ ഒരു ഇന്നൊവേഷനെ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളെ നമ്മൾ വേണ്ട എന്ന് വെക്കുകയല്ല, പക്ഷേ ഇതിൻ്റെ അമിതമായ സ്വാധീനം കുട്ടികളുടെ വളർച്ചയെ, കുട്ടികളുടെ മൊറാലിറ്റിയെ, ധാർമ്മികമായിട്ടുള്ള വളർച്ചയെ, കുടുംബ സംവിധാനങ്ങളെയെല്ലാം താറുമാറാക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൾച്ചർ അഡാപ്റ്റേഷൻ വേണം, പക്ഷേ അത് എൻ്റെ ജീവിതത്തിന്, എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, എൻ്റെ ഫാമിലിക്ക് എത്രമാത്രം നന്മ പ്രദാനം ചെയ്യുന്നുണ്ട്, അതുമൂലം ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സന്തോഷത്തിലേക്കും സാറ്റിസ്ഫാക്ഷനിലേക്കും എന്നെ നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ദൈവവിശ്വാസവും ദൈവ പരിപാലനയിലുള്ള ആശ്രയവുമുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം
ഒരു സൃഷ്ടാവിനെ അതിലംഘിച്ചുകൊണ്ട് സൃഷ്ടി അവൻ മുന്നേറാനായിട്ട് നോക്കുമ്പോൾ അവിടെ പലതരത്തിൽ അവൻ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും പുതിയ സംസ്കാരങ്ങൾ നല്ലതാണ്, പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. പക്ഷേ അവിടെയെല്ലാം ബേസിക്കായിട്ട് മാനുഷികത അല്ലെങ്കിൽ മനുഷ്യത്വം, മനുഷ്യൻ്റേതായിട്ടുള്ള ആ ഒരു ഹ്യൂമൻ നേച്ചറുകൾ നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് നോക്കുക. ഈ സംവിധാനങ്ങളിലും എല്ലാ കൾച്ചറുകളിലും സംസ്കാരങ്ങളിലും എല്ലാം ഒരു സ്നേഹത്തിൻ്റെ പ്രതിഫലനം, ഒരു സാഹോദര്യത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവിടെ സ്വസ്ഥതാപരമായിട്ടുള്ള അല്ലെ ഒരു മാനസിക സ്വസ്ഥതയോടുകൂടി വെൽനെസ്സോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും അതുപോലെ മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് സാറിനും ജിഷ ടീച്ചർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.